ഡോക്ടർ ഭാർഗവൻ പിള്ള, BHMS. BHMS? അത് ഏത് നക്ഷത്ര? അതെ, ഡോക്ടറാണോ അലോപ്പതി ആണെന്നൊന്നും അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ആവശ്യമില്ല. പേരും നക്ഷത്രം മാത്രം കണ്ട് പറഞ്ഞാൽ മതി. തിരുവാതിരയല്ലേ നക്ഷത്രം? വഴിപാട് എന്താച്ചാ പറയാ. ശത്രു സംഹാര പൂജ. ഈശ്വര, ആ മനുഷ്യന് ശത്രുക്കളോ? എന്താ സുബലക്ഷ്മി ഇത്? മേന്നറിയാഞ്ഞിട്ടാ. സാധുക്കൾക്ക് ഇക്കാലത്ത് ശത്രുക്കള്. എന്നാലും നമ്മുടെ ഹോമിയോ ഡോക്ടറൊക്കെ ഉണ്ടാവോ? നടക്കട്ടെ നടക്കട്ടെ. ദേവി, എന്റെ സങ്കടം കേൾക്കണം. ഭർത്താവ് ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ചെയ്യുന്ന ജോലിക്ക് കൂലി വാങ്ങാൻ അറിയാത്ത ആള് ഡോക്ടർ ആയാലെന്ത്, കറവക്കാരനായാലെന്ത്? പിന്നെ അദ്ദേഹത്തെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ല. നല്ല രീതിയിൽ അസുഖമുള്ള ഒരാളെ ഈ നാട്ടിൽ കാണാനുമില്ല. മറ്റു ഡോക്ടർമാരുടെ ഭാര്യമാരൊക്കെ അന്തസ്സായിട്ട് നടക്കണ കാണുമ്പോ ഈ നെഞ്ചിടിക്ക്. ദേവി, നീ ഇതൊന്നും കാണുന്നില്ലേ? എന്റെ പ്രാർത്ഥനയായിട്ട് അവിടെ നിന്ന് പരിഭവിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ അവിടെ നിന്ന് വല്ല ഹാർട്ട് അറ്റാക്കോ ക്യാൻസറോ ഒക്കെ ഈ നാട്ടുകാർക്ക് ഉണ്ടാക്കിയിട്ടും ഫലമൊന്നുമില്ല. അവര് പട്ടണത്തിൽ നല്ല നല്ല ഡോക്ടർമാരെ തിരക്കി പോവും. അതുകൊണ്ട് അവിടെ നിന്ന് കണ്ണടച്ചിട്ട് ഒരു പാവം ഹോമിയോ ഡോക്ടർക്ക് കുടുംബത്തിന് അല്ലലില്ലാതെ ജീവിക്കാൻ. വിട്ടുമാറാത്ത ചുമയോ വാദസംബന്ധമായ രോഗങ്ങളോ എന്താന്ന് വച്ചാ ഈ ഉള്ളവൾക്ക് സന്തോഷാവും. ശ്വാസം കിട്ടാതായിരിക്കണു. ശേഖരേട്ടോ, നമ്മളെ മരിച്ചുപോയ പണിക്കരുടെ ഭാര്യയ്ക്ക് വലി വിളകിന്ന്. നേത്രാത്ത ദാക്ഷായണിയമ്മ മഞ്ഞന്റെയാ. കരിയില കൂട്ടി തീയിട്ട് കാഞ്ഞാ മതി, മാറിക്കൊള്ളു. കരിയിലിട്ടേ ചേട്ടനാദ്യം വെള്ളം തിളപ്പിച്ചു കൊടുക്കി. ഈ ചുമന്ന് പറട്ടെ. ഇത്രയും ദൂരം ഞാൻ വെപ്രാളം പിടിച്ച് വന്നേ ഈ ഉപദേശം കേൾക്കാൻ വേണ്ടിയൊന്നുമില്ല. ആ ചക്കര വിളിച്ച് വണ്ടി എടുക്കാൻ പറയുന്നു. ഉണ്ടാ എന്താ രാജപ്പാ? എടാ സുധി, നീ ഒന്ന് പെട്ടെന്ന് വന്നേ. നീ വണ്ടി പോകാൻ മേപ്രാത്തൊക്കെ ഇട്ടെ, അത്യാവശ്യമാണ്. വാ, നിങ്ങൾ നീ റെഡിയായി വരുമ്പോഴേ അവരെ മേലോട്ട് എടുക്കും. നീ വണ്ടി എടുത്തേ. മോളെ താക്കോലി താക്കോലി. അതെ, എങ്ങനെയാ? വിട്ടോ വിട്ടോ വിട്ടോ. അവിടെ പുറത്തേക്ക് എടുത്തോ, വണ്ടി എത്തി. റിവേഴ്സ് റിവേഴ്സ്. എല്ലാവരും എന്താണ് നീ നോക്കിക്കണത്? വണ്ടി എടുക്കടാ. നീ എന്താ കളി കണ്ടിക്കണ? എടാ ഓട്ടോ വണ്ടി എടുക്കാൻ. നോക്കി നിക്കല്ലേ, വണ്ടി എടുക്കാൻ വണ്ടി വലിച്ചു. ദാക്ഷായണിയമ്മ കയറിയിട്ടില്ല. ദാക്ഷായണിയമ്മ കയറിയില്ലേ? അയ്യോ, ചേച്ചി പലക്ക് തന്നെ ഇരിക്കണ. ആരെങ്കിലും മരിക്കാൻ കിടക്കുമ്പോ വരുന്ന വണ്ടി കയറാൻ നേരത്തുള്ള ആക്രമണം. ചേച്ചി ചേച്ചി ഒന്ന് പൊന്നി തന്നെ. എടാ, നേരെ ഹോമിയോ ഡോക്ടറെ വീട്ടിലേക്ക് ഇട്ടോട്ടാ. ആ മിഠായി ഗുളിക കാണുമ്പോ തന്നെ ഈ മിഠ മാറിക്കോളൂ. ചേച്ചി ഇത്ര വിളയും കൂട്ടിട്ടെ. സുധി ലൈറ്റ് ഇട്ടോ. ഇവിടെ 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 അവിടെ ഡോക്ടറെ ഡോക്ടറെ. ചേച്ചി ഡോക്ടറല്ലേ? കേറി വാ. എന്റെ ദേവി. ഭാർഗവേട്ടാ, 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 ഈ
മനുഷ്യ ഇത് ഇവിടെ പോയി കിടക്കുന്നു. ഭാർഗവേട്ടാ, അച്ഛനെ കണ്ടോടാ? ഇല്ല. അയ്യോ, അച്ഛനും മക്കളും കണക്കാ. ഭാർഗവേട്ടാ, 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 10 വെളുപ്പിന് പോയി കിടന്ന് തല തല്ലി കരഞ്ഞിട്ടോ 5-6 വീട്ടുമുറ്റത്ത് എത്തിക്കാൻ കഴിഞ്ഞത്. അപ്പോഴാ ഇവിടെ ഒരു ഒളിച്ചു കളി. ഭാർഗവേട്ടാ, ഞാൻ ദേ ഇവിടെ നിൽപ്പുണ്ട്. നീ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട്. എനിക്ക് നിന്നെ പൊരിച്ചു തിന്നാനോ നിന്റെ മുട്ടയെടുത്ത് പുഴുങ്ങി തിന്നാനോ അല്ല. നിന്റെ ഇടതേ കാലിന്റെ ഞരമ്പിലെ എന്തോ ഒരു കുഴപ്പം ഞാൻ കാണുന്നുണ്ട്. അതെ, ഞാനും ഒരു കുഴപ്പം കാണുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ തലയ്ക്കാ. സുബ്ബലക്ഷ്മി നമ്മുടെ കോഴിയുടെയാ. ഒന്ന് നിർത്തുന്നുണ്ടോ? അവിടെ പേഷ്യൻസ് വന്നിരിക്കുമ്പോഴാ. എന്താ പറഞ്ഞേ? അവിടെ പേഷ്യൻസ് വന്നിരിക്കുന്നു. പേഷ്യൻസോ? അതെ, അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്. ഈശ്വരന്മാരെ, അറിയാതെ ഒരു മുള്ളു പോലും ആരുടെയും കാലിൽ കൊള്ളരുതേ എന്ന് ദിവസവും 2 നേരം മുടങ്ങാതെ അപേക്ഷിച്ചിട്ടും നീ എന്റെ പ്രാർത്ഥന തള്ളിയില്ലേ? അതെ, തള്ളി. കാരണം എന്റെ പ്രാർത്ഥന ഇവിടെ ആരെങ്കിലും കേൾക്കണമല്ലോ. വാ മനുഷ്യ. ആ കോഴി കോഴി ദാക്ഷാണിയമ്മ ഇരുന്നാട്ടെ. ഇരിക്കൂ അമ്മേ, ഇരിക്കിരിക്കി. ഇരിക്കൂ. സാരല്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മാവേലി വന്ന പോലെ വല്ലപ്പോഴും വന്നിരുന്ന പലിവാണേ. ഇപ്പൊ ലോൺ അടക്കാത്ത ബാങ്കിൽ നിന്ന് ഇടക്കിടക്ക് ആഫീസർമാര് വന്ന പോലെയാണ് വന്നത്. ജപ്തി ഒട്ട് നടക്കണമില്ല. ആ, എന്താ പേര് പറഞ്ഞേ? ഡോക്ടർക്ക് എന്നെ മനസ്സിലായില്ലേ? ഉവ്വ് മനസ്സിലായി, അതുകൊണ്ടാ ചോദിച്ചത്. എന്താ പേര് പറഞ്ഞേ? ഞാൻ രായപ്പൻ. ആ, രാജപ്പൻ കുറച്ച് അങ്ങോട്ട് നീങ്ങി നിന്നോളൂ. അല്പം കൂടി ശ്വാസം വലിച്ചു വിടൂട്ടോ. ഇനിയും വലിച്ചു വിട്ടാ ഉള്ളതും കൂടി പോട്ടാ. ഹോ, വായു ഒന്ന് തുറന്നോളൂ. ആ, വായു ഒന്ന് തുറക്കൂ. കഷ്ടം, നേരം വെളുത്തിട്ട് തള്ള വാ പൂട്ടിട്ടില്ല. ഇനിയും തുറക്കാൻ പറഞ്ഞാലേ അടക്കൂലട്ടാ. അതാ സാധനം. നമസ്കാരം. ഈ മുറിന്ന് നീ പുറത്തു പോണോ അതോ ഞാൻ പുറത്തു പോണോ? പെട്ടെന്ന് ഉത്തരം പറയണമെന്നില്ല. അതുവരെ ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാൻ പോണല്ലേ നല്ലത്. ആ, ഓക്കെ, അതാണല്ലോ എന്റെ ശരി. എന്താ ചെയ്യ? വന്നല്ല. 3 നേരം മുടങ്ങാതെ കഴിക്കണം. ഇപ്പൊ ഭേദം തോന്നുന്നില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ വന്ന എല്ലാം ഭേദാവുന്നു. നടക്ക്. അത് ശരിയാ, പക്ഷെ രാജപ്പനെ ഡോക്ടർക്ക് പിടിച്ചില്ല. അല്ലേലും ആരോഗ്യമുള്ള ആൾക്കാരാ ഡോക്ടർമാർക്ക് പണ്ടേ ഇഷ്ടമല്ലല്ലോ. അല്ലേ ദാക്ഷാണിയമ്മേ? ദാക്ഷാണിയമ്മേ, രാജപ്പൻ കൈ പിടിക്കുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല. വിശാലം, നീ പിടിച്ച രാജപ്പനെ പണ്ട് എനിക്ക് ഇഷ്ടമില്ലാന്ന് നിനക്ക് അറിഞ്ഞൂടാ? ആഹാ, ദേ തള്ളേ അവിടെ നിന്ന്. അതെ, തള്ള കൊള്ളാല. ഊത്തുമിഴിഞ്ഞിട്ടേ എന്നും പറഞ്ഞ് ബില്ല് പോലെ കട്ടിലുമ്പോ കണ്ടപ്പോഴേ ആരും ഉണ്ടായില്ലല്ലോ. അന്നേരം ഈ രായപ്പം വേണമായിരുന്നല്ലേ. ഇപ്പൊ രായപ്പം വെറും കറി വേപ്പല. ഒന്ന് അടങ്ങി രാജപ്പ, അമ്മ വെറുതെ തമാശ പറഞ്ഞതല്ലേ? ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. നീ നടക്കടി. നടക്ക്. തള്ളേ, വാവും മഞ്ഞൊക്കെ ഇനിയും വരൂട്ടാ. അപ്പോഴേ രാജപ്പന് ഈ ചുറ്റോട്ടത്തൊക്കെ തന്നെ ഉണ്ടാവേ. വിളിക്കാനേ ആളാഴ്ചക്ക്. ഇനി എന്റെ മുഖത്തോക്കി വാ പൊളിച്ചാണ്ടല്ല അണ്ണാക്കിലെ ഓലപ്പടക്കം വെച്ച് പൊട്ടിക്കും. അല്ലേലും ഈ ഭൂമിയിൽ വരിവുള്ള ഒറ്റ വിശ്വസിക്കാൻ പറ്റൂല. ആ, മക്കള് റെഡി ആയില്ലേ? വേഗം കഴിക്കേ. ഏയ്, ഇത് എന്തിനു ചിരിക്കണേ ആവോ? ഇരിക്കൂ, ഭക്ഷണം കഴിക്കാം. ഇപ്പൊ വേണോ? ഞാൻ മക്കളെ കൊണ്ടുപോയി വിട്ടിട്ടെത്താം. പ്രഭാത ഭക്ഷണം ബ്രെയിൻ ഫുഡ് ആണെന്ന് നാഴികയ്ക്ക് 40 വട്ടം എന്നെ മക്കളെ പഠിപ്പിക്കുന്ന ആളായത്. അത് മറക്കണ്ട. ബ്രെയിൻ ഇല്ലാത്ത എനിക്ക് എന്തിനാ സുബ്ബലക്ഷ്മി ഫുഡ്? അല്ലേ മക്കളെ? ഭാർഗവേട്ടന് ഒരു കാര്യം. ഇരിക്കൂ. തന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നുള്ള ഭാർഗവേട്ടന്റെ ഈ ധാരണയെ ഒക്കത്തിനും കാരണം. കഴിക്കൂ, ഞാൻ ദാ വരുന്നു.
എന്താ മക്കളെ ഇന്ന് അമ്മയ്ക്ക് പതിവില്ലാത്തൊരു സ്പീഡ്? ഞങ്ങൾക്കും തോന്നാതിരുന്നില്ല അല്ലടാ. ആ, ഞാൻ ഇന്നാളും ചോദിച്ചിട്ട് നീ ഉത്തരം പറഞ്ഞില്ല. നിനക്ക് വലുതാവുമ്പോ ആരാവണമെന്ന ആഗ്രഹം? എഞ്ചിനീയർ, പോലീസ് ഇൻസ്പെക്ടർ, ഡോക്ടർ, പിന്നെ എന്താ ആഗ്രഹം? എനിക്കൊന്നും ആവണ്ട അച്ഛാ. എനിക്കിവിടെ ഉണ്ടും ഉറങ്ങിയും കളിച്ചും ചിരിച്ചും അങ്ങനെ മേഞ്ഞാ മതി. അച്ഛാ, അച്ഛാ, അമ്മേ, അച്ഛമ്മേ, അമ്മേ, ദേ അച്ഛൻ. അയ്യോ എന്താ ഭാർഗവേട്ടാ? ചെറുതായിട്ടൊന്ന് ഷോക്ക് അടിച്ചതാ. അച്ഛന് ഷോക്ക് അടിച്ചതാ. ഇതെന്താ പതിവില്ലാതെ പാലൊക്കെ? പതിവില്ലാത്തത് ചിലതൊക്കെ സംഭവിച്ചെന്ന് വെച്ചോളൂ. ഞാൻ വിളിച്ചാലും ദൈവം വിളി കേൾക്കും ഭാർഗവേട്ടാ. കളിയാക്കണ്ട ഭാർഗവേട്ടാ. വനിത കണ്ടോ? ആ കുട്ടിയുടെ അസുഖം മാറിയതല്ലേ, പിന്നെ വന്നോ? ആ വനിതയല്ല, വനിതാ മാഗസിൻ. ഓ, അതില് ഒരു ഹോമിയോ ഡോക്ടറെ കുറിച്ചുള്ള ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. ഭാർഗവേട്ടന്റെ അതേ പ്രായം, അതേ റാങ്ക്. നാഡീ സംബന്ധമായ അസുഖങ്ങളിൽ ഭാർഗവേട്ടനുള്ള അതേ കൈപുണ്യവും ജ്ഞാനവും തന്നെയാ അദ്ദേഹത്തിന്റെ യോഗ്യതയും. ആളിപ്പോ ചില്ലറക്കാരനൊന്നുമല്ല. കോഴിക്കോട് 4 നിലയുള്ള ഹോസ്പിറ്റല്, തിരുവനന്തപുരത്ത് വേറെയും, ചെന്നൈയിലും കൽക്കട്ടയിലും ബാംഗ്ലൂരിലും ക്ലിനിക്കുകൾ. ബെൻസ് കാറിലാണ് പോലും പുള്ളി ഇപ്പൊ സഞ്ചരിക്കുന്നത്. അതാരാണെന്നാ നിന്റെ വിചാരം? പീലിപ്പോസ്, എന്റെ ക്ലാസ്മേറ്റ്, എന്റെ കൂടെ ഒരുമിച്ച് പഠിച്ച് എന്നെ കോപ്പി അടിച്ച് ജയിച്ചു പോയവൻ. അതാ ഇപ്പൊ വലിയ കാര്യം. അതെ, അതിലൽപ്പ കാര്യമുണ്ട്. പെരുവിരൽ മുതൽ തലനാടിട വരെ പരിശോധിച്ച് അവർക്ക് വേണ്ടുന്ന മരുന്നും കൊടുത്ത് 20 ഉലുവ വാങ്ങുന്ന ഭാർഗവേട്ടന്റെ ശീലം ഒന്ന് അവസാനിപ്പിക്കണം. 100-150 രൂപ ഫീസ് വാങ്ങുന്നവരെ കാണുന്നില്ലേ ഭാർഗവേട്ടൻ? സുബലക്ഷ്മി, നീ വിചാരിക്കുന്നത് പോലെ ഒരു കച്ചവടക്കാരനാകാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ അടുത്തേക്ക് രോഗികൾ വരുമ്പോ എനിക്ക് ആശ്വാസമല്ല ഉണ്ടാകുന്നത്, പ്രയാസ. അവർക്ക് ഞാൻ നൽകുന്ന ശുശ്രൂഷ അതെന്റെ പ്രാർത്ഥനയാണ്. നിന്നെയും മക്കളെയും മലയില്ലാതെ പോറ്റാൻ എനിക്ക് കഴിയുന്നുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. ഒരു പ്രാർത്ഥനയും ശുശ്രൂഷയും. നിങ്ങൾ എന്താ പെന്തക്കോസ്തുകാരനാ? ഒരു കാര്യം ഭാർഗവട്ട ഓർത്തോ, ഈ കാലഘട്ടത്തിൽ വെറും 20 രൂപയ്ക്ക് പണിയെടുക്കുന്ന ഒരേ ഒരാൾ ഈ ലോകത്ത് ഭാർഗവട്ടം മാത്രമായിരിക്കും. ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുള്ളൂ. ആ, ഇറങ്ങ മക്കളെ, ബാഗ് എടുക്ക്. ആ, ശേഖര, ഞാൻ വണ്ടി ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ദിവസം എന്നോട് പറയണോ? ഡോക്ടർ പറഞ്ഞ പീഡിയ പൂട്ടി ഞാൻ തന്നെ അവന് നൽകിയില്ലേ? ഡോക്ടറെ, ധൃതിയിലെ കടവത്തേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. വള്ളം അരമണിക്കൂർ ലേറ്റാ. ലേറ്റാ? മണി 9 കഴിഞ്ഞു. കുട്ടികൾക്ക് സ്കൂളിൽ പോണ്ടേ? അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. നമ്മുടെ സ്വന്തം കള്ളൻ പൂട്ടൂരിക്ക് പുഷ്പനെ ജയിലിൽ നിന്ന് വിട്ടു. പുഴക്കരങ്ങാണ്ട് എത്തിയിട്ടുണ്ടെന്നാ കേൾക്കുന്നേ. അവനേതോ രാഷ്ട്രീയ പാർട്ടി ചേരാൻ പോകുന്നെന്നോ മന്ത്രിയാവാൻ പോകുന്നെന്നോ ഒക്കെ കേൾക്കുന്നുണ്ട്. എന്റെ ഈശ്വര, അപ്പൊ പെട്ടതൊന്നുമല്ല പാട്, പെടാനിരിക്കണേ ഉള്ളൂ അല്ലേ? വാ മക്കളെ, വാ. എന്നതാണ് രാവിലെ തന്നെ ഡോക്ടറുടെ മുഖത്തൊരു വൈഷമ്യം? അതാ പൂട്ടൂരിക്ക് പുഷ്പന്റെ കാര്യം പറയായിരുന്നു. എന്താണ് മുതലാളി നിങ്ങളുടെ ഗൾഫാന്റെ മുഖത്തൊരു തെളിച്ചില്ലായ്മ? മിന്നുകെട്ട് കഴിഞ്ഞ ശേഷം ആദ്യത്തെ മടക്കമല്ലേ പുണ്ണി. ലീവ് കഴിഞ്ഞിട്ടും ചെക്കന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരു മടി. ഇപ്പൊ എന്റെ നിർബന്ധത്തിലാ പോക്ക്. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? 9:30 കഴിഞ്ഞ സ്കൂൾ ബസ് പോവും. ഈ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ എത്താൻ പറ്റാണ്ടാവോ? മുന്നും പിന്നൊന്നും നോക്കാനില്ല. ആദ്യം വരുന്ന വള്ളത്തിൽ സ്കൂൾ കുട്ടികളുണ്ട് പോട്ടെ. ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നോ? ഈ കഷ്ണങ്ങളെല്ലാം ഓടി സ്കൂളിലോട്ട് എന്നിട്ട് എന്തുണ്ടാക്കാനാ? മല പറിക്കാനാ? 11 മണിക്ക് വിമാനത്താവളത്തിലെത്തണം, 12:30 വിമാനം പറക്കും. ആഹാ, കളിച്ച കാര്യമൊന്നുമല്ല. അതിൻ്റെ ഇടയ്ക്ക ചൂളുകുട്ടിയോളൂ. എടോ റപ്പായി മുതലാളി, ഈ നിൽക്കുന്ന നിങ്ങളുടെ മകൻ ഇവിടുന്ന് ഇപ്പൊ ധൃതിയിൽ വിമാനത്തിൽ കയറി ദുബായി ചെന്ന ഷെയ്ഖിന്റെ ഡ്രൈവർ ആവാനല്ലേ പറ്റുള്ളൂ. ഈ മക്കള് കൃത്യമായിട്ട് സ്കൂളിൽ ചെന്ന ഇവർക്ക് ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആവാം. ദേ, കൈയടിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ.
വരുന്ന വഴിയായിരിക്കും. അതെ, സുഖം തന്നെയല്ലേ? അതിന് ഞാൻ ഗൾഫിൽ നിന്ന് വരെയല്ല. ഓ, ബസ് പോവും മോളെ, വേ നടക്ക്. അടി ഇടി ഒന്നും പേടിച്ചിട്ടല്ല, കേറി മോഷ്ടിക്കാതെ ഇരിക്കുമല്ലോ, അതൊരു സമാധാനം. ദാ. അയ്യോ, സന്തോഷായി. ഇനി കാശ് വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അയ്യോ പുഷ്പ, ഒന്ന് വേഗം ഓടിവാ. ആ പഴയ സൈക്കിൾ എടുത്തോണ്ട് പോയി, അതിന് ബ്രേക്കും ഇല്ല. അതിനിപ്പോ അവനും ബ്രേക്കില്ലല്ലോ, ഇനി അനുഭവിക്കന്നെ. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമിൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. ഊരിയ വാളിൽ ചോരയിൽ മുക്കി ചരിത്രമെഴുതും ഞാൻ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, നീയിൽ പാതി പകുത്തു തരൂ, മനസ്സിൽ പാതി പകുത്തു തരൂ മാൻകിടാവേ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. അയ്യോ, ബ്രേക്ക് പോയി. അയ്യോ, ബ്രേക്കില്ല. അയ്യോ, അയ്യോ, ഞാനിപ്പോ ഈ ചെളി മുങ്ങിച്ചാവും. മദ്യവർജക സംഘം പ്രസിഡന്റായിട്ട് ആ ഡോക്ടർ തന്നെ ഇരുന്നോട്ടെന്നേ. അല്ലെങ്കിൽ നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനമൊക്കെ മതി. ഈ കഴിഞ്ഞ കമ്മിറ്റി തന്നെ എന്തൊക്കെയാ പറഞ്ഞേ? മുതലൊന്നും അല്ലടാ, ഞാൻ പുഷ്പൻ, ഓട്ടോരിക്ക് പുഷ്പൻ. വാ വാ വാ, നമുക്ക് നോക്കാം. രക്ഷിക്കടാ. അയ്യോ, നമ്മുടെ പുഷ്പൻ. പുഷ്പൻ എന്താ പുഷ്പ, ഇത് എങ്ങനെ സംഭവിച്ചു? എന്നാ പുഷ്പ അല്ല പുഷ്പേട്ട, എന്നാ പറ്റി? സ്നേഹം പ്രകടിപ്പിക്കാതെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു. ഞാൻ ഈ ചെളി മുങ്ങിച്ചാകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു പ്ലീസ്. അതായത് പുഷ്പ, ഞങ്ങളിറങ്ങി രക്ഷിക്കാന്നുള്ളത് ഒരു അല്പ ബുദ്ധിമുട്ടാ. മറ്റൊന്നും കൊണ്ടല്ല, പരസ്പരം ചെളി വാരി തേച്ചോണ്ടുള്ള പരിപാടിയൊന്നും വേണ്ടെന്നാ മേൽത്തട്ടി എന്നുള്ള നിർദ്ദേശം. ചാകാൻ പോകുന്നവനെ രക്ഷപ്പെടുത്തരുതെന്ന് നിങ്ങളുടെ പാർട്ടി പറഞ്ഞിട്ടില്ലല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. എന്നെ ഒന്ന് രക്ഷിക്കടാ. അല്ല, എന്തായാലും വീണ് പോയില്ല പുഷ്പേട്ട, കുറച്ചു നേരം അവിടെ കിടക്ക. ഞങ്ങൾ ഇതിനെ പറ്റി ഒന്ന് കൂടി ആലോചിക്കട്ടെ. നിങ്ങളിങ്ങ് വന്നേ. അതായത് ഈ ഗ്രാമത്തിലെ ആസ്ഥാന ഗായകൻ എന്ന നിലയ്ക്ക്, ആസ്ഥാന കള്ളൻ എന്ന നിലയ്ക്ക് ഇയാളെ രക്ഷപ്പെടുത്തിയില്ലെങ്കിലോ അത് മോശമല്ലേ? അതെ, എന്താ നമുക്ക് മറ്റേ പരിപാടി അങ്ങനെ ചെയ്താലോ? ഇവിടെ ഇട്ട് മൂടാന്നോ? അല്ലാതെ പിന്നെ? വേണ്ട വേണ്ട വേണ്ട, ഈ വെള്ളം ചീത്തയ്യല്ലേ. ഇപ്പൊ ഞാൻ വീണേനെ. കാലം വന്ന് കയറുമായിട്ട് നിൽക്കുമ്പോഴാ അവന്റെ ഒക്കെ ഒടുക്കത്തെ ഒരു ഗ്രൂപ്പ് ചർച്ച. ഈശ്വര, ഇവന്മാരെ തന്നെ ഈ സമയത്ത് നീ ഇവിടെ കൊണ്ട് എത്തിച്ചല്ലോ. എന്നാലും പുഷ്പ, അടിസ്ഥാനപരമായി ഞങ്ങളുടെ തീരുമാനം ചെളിയിൽ ഇറങ്ങണ്ട തന്നെയാണ്. അതെ, എന്നാലും പുഷ്പേട്ടനോടൊരു പ്രത്യേക പ്രകടനം വെച്ച് ഒരു പിടിവള്ളിയെ കൊണ്ട് ഇട്ട് തരും. അതേ പിടിച്ചും കൂടി കേറിക്കോണോ. എന്തു പണ്ടാരെങ്കിലും ചെയ്ത് എന്നെ ഒന്ന് കരകയറ്റടാ. ആ എടാ, അതെ, അതും എടുത്തോണ്ട് വന്നേ. ആ മടല് തന്നെ എടുത്തു. കേട്ടാവേ. ആ പിടിച്ചേ, അതിന്റെ അറ്റത്ത് പിടിക്ക. പിടിച്ചോ. ആ മതിയെ. ആ പോർച്ചകട. ആ പോർട്ടെ പോർച്ചകട. ആ പോട്ടെ. കേറി പോയോ? ഇല്ലേ, കരയൊന്നും വേണ്ട. ഇങ്ങനെയുള്ള അബദ്ധം ഏതൊരു പോലീസുകാരനും പറ്റും. ഒരുപാട് നന്ദിയുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്, ഒരിക്കലും മറക്കാതെ നന്ദിയുണ്ട്. എടാ, ഇത്രയെങ്കിലും പ്രത്യുപകാരം നിന്നോടൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിൽ ദൈവം തമ്പുരാൻ എന്നോട് പൊറുക്കില്ല. ഇപ്പൊ നേതാവിന് ശരിക്കും വയറ് പറഞ്ഞല്ലോ. യഥാർത്ഥ സാമൂഹിക സേവനം ഒരുത്തരം ചെയ്യാൻ പാടില്ല. ഇന്ന് കുടുംബം പട്ടിണിയായല്ലോ പഠിച്ചോനെ. പോവിടുന്ന് പാലക്കിയാ പോകും. ഇവളെന്താ സ്വർണ്ണക്കടയോ? ശരിക്കും കാണാനും പറ്റുന്നില്ലല്ലോ. എന്റെ ഈശ്വരാ, തത്തക്കൂടിന്റെ ജിമിക്ക്. എന്റെ ദൈവമേ, ഓ ഇതൊന്ന് കണ്ടിട്ട് സഹിക്കാൻ വയ്യേ. വിഷം കെട്ട് വള. യോ,
ഇന്ത്യ സിനിമയിലെ ഷോമാല. എനിക്ക് വയ്യ. വാടകക്കാരി അത്ര മോശമല്ല. അയ്യോ. മോളോ, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നു? എന്റെ തങ്കം, വെയിൽ കൊള്ളരുതെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞു, നീ കേൾക്കില്ല. ഇവിടെ വെയിലില്ല ഏട്ടാ. അത് നിന്റെ തോന്നലാണ്. ഇങ്ങോട്ട് വന്നേ. തൽക്കാലം ദേ ഈ തണലത്ത് ദേ ഇവിടെ ഇരുന്നോ. തലനീരിറങ്ങി പെടലി പൊഴിച്ചാലേ ഞാൻ പെടലിക്കിട്ട് വീക്കുന്ന നാട്ടുകാര് പറയൂ. അത് ശരിയാ സർ. അതിരിക്കട്ടെ, നീ ഇന്ന് ഫേഷ്യൽ ചെയ്തില്ലേ? ഇല്ല ഏട്ടാ. ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ കുളിച്ചില്ലെങ്കിൽ കൂടി കാലത്തും വൈകിട്ടും ഫേഷ്യൽ ചെയ്തിരിക്കണം. അങ്ങോട്ട് ചാരിയിരുന്നേ. നീ ഇനി റെസ്റ്റ് എടുക്ക. നിന്നെ സഹായിക്കാൻ ഞാൻ ത്രേസ്യാമ്മ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർക്ക് വീട്ടിൽ പോണ്ടേ? പിള്ളേരുള്ളതല്ലേ? അതൊന്നും പ്രശ്നമല്ല. അതെ, ഇങ്ങ് വന്നേ ത്രേസ്യാമ്മേ. എന്താ സർ? ഇവള് പറഞ്ഞ പോലെ വീട്ടിൽ കുട്ടികൾക്കൊന്നും പ്രശ്നമില്ലല്ലോ. കുട്ടികളാ? തടിമാടന്മാരായ 3 ആൺമക്കൾ. അപ്പൊ ഭർത്താവോ? ഭർത്താവോ? അതിനാര് കല്യാണം കഴിച്ചു? സാറ് ഞെട്ടണ്ട. ദൈവം തമ്പുരാൻ മനസ്സ് വെച്ച ഇതല്ല ഇതിലപ്പുറവും നടക്കും. ദൈവം തമ്പുരാൻ മനസ്സ് വെച്ച പല കാര്യങ്ങളും നടക്കും. പക്ഷേ ഇത് ത്രേസ്യാമ്മ തന്നെ മനസ്സ് വെച്ചിട്ട് നടന്ന കാര്യ. വരണം. ആരാ മനസ്സിലായില്ല? അല്ല, എവിടെയാ താമസം? ഞാൻ അപ്പുറത്തെ വീട്ടിലെ താമസം. ഓഹോ, പുതിയ താമസക്കാരൊക്കെ വന്നു എന്നറിഞ്ഞു. അപ്പോ ആരൊക്കെ ആണെന്ന് അറിയണം. എന്റെ പേര് വാസുദേവ്. ഈ ആലക്കാസിനും ജോസ്കോക്കും അത്യാവശ്യം ഗോൾഡ് കൊടുത്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് നാട്ടുകാരെന്നെ ഗോൾഡ് വാസു എന്ന് വിളിക്കും. ഇതെന്റെ ഭാര്യ തങ്കമണി. എടി, ഇവിടെ നിന്ന് വെയിൽ കൊള്ളാതെ നീ അകത്ത് ചെന്ന് AC ഇട്ട് അവിടെ ഇരിക്കേ. ഒന്നും പറഞ്ഞ അനുസരിക്കില്ലെന്നേ, കുട്ടികളെ പോലെയാ. അല്ല, മക്കള് എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് നിന്നിട്ട് വേണ്ടേ അതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കാൻ. ഫുൾ ടൈം ഓട്ടമല്ലേ? അതെന്താ? അല്ല, ഈ ബിസിനസിന്റെ തിരക്കേ. എനിക്ക് ഈ 50,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണി അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം വെറുതെ ഒന്ന് താമസിക്കാൻ വേണ്ടിട്ടാ ഈ വീടെടുത്തത്. എങ്ങനെയുണ്ട് ഈ വീട്? നല്ല ഐശ്വര്യമുള്ള വീടാ. ഇവിടെ താമസിച്ചവരൊക്കെ രക്ഷപ്പെട്ടാ പോയിരിക്കുന്നത്. സത്യം തന്നെ. രക്ഷപ്പെട്ടു പോയിരിക്കുന്നതേ കടക്കാരുടെ കയ്യിൽ നിന്നാണെന്ന് മാത്രം. അതൊക്കെ ഓരോരുത്തരുടെ കയ്യിലിരിപ്പോണ്ട. അതെ. അല്ല, പരിചയപ്പെടാൻ വന്ന ആള് പേര് പറഞ്ഞില്ല. സുബലക്ഷ്മി. ഞാനും എന്റെ ഭർത്താവും 2 കുട്ടികളെ ഇവിടെ. ഓ, അദ്ദേഹം ഡോക്ടറാണ്. എന്താ പേര്? ഞാൻ നേരത്തെ പറഞ്ഞു, സുബലക്ഷ്മി. അതല്ല, ഭർത്താവിന്റെ. ഡോക്ടർ ഭാർഗവൻ പിള്ള, ഡോക്ടർ. നന്നായി. അല്ലേലും അയലത്തൊരു ഡോക്ടർ ഉള്ളത് ഭാഗ്യ. ഇനി ഈ പെടലിയും കൊണ്ട് ഞാൻ ഇനി അലയേണ്ടതില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഇതെന്താ സംഭവിച്ചു? ഇതൊരു കഥയാ. 100 പവന്റെ ഒരു ഒറ്റമാല അണിയണമെന്ന് ഇവൾക്കൊരു മോഹം. നമ്മളാകെ കൂടി ഒരു ഭർത്താവല്ലേ, പോരാത്തവരിന് സ്വർണ്ണ കച്ചവടക്കാരനും. അപ്പൊ തന്നെ 100 പവന്റെ ഒരു മാല പണിത് കഴുത്തിലോട്ട് ഇട്ട് കൊടുത്തു. ഞരമ്പ് വലിഞ്ഞ് കഴുത്തുളുക്കി. 100 പവന്റെ മാലയോ? അതിലെന്താ കാര്യം? അതുപോട്ടെ, ഡോക്ടർ അവിടെ ഇല്ലേ? അല്ല, ഞങ്ങൾ അങ്ങോട്ടൊന്ന് പരിചയപ്പെടാൻ ഇരിക്കായിരുന്നു. ചേട്ടൻ പുറത്തു ഇരിക്കുക. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങള് തിരക്കൊഴിഞ്ഞ ഒരു ദിവസം വരൂ, നമുക്കവിടെ ഇരിക്കാം. എന്നാ ഞാൻ ചെല്ലട്ടെ. ഓക്കെ. ഇത് പാലക്കാടെയാ? അല്ലല്ല, ഇവളുടെയാ. ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അയാളുടെ ഒരു തമാശ. വാ മോളൂ. 100 പവന്റെ ഒറ്റമാല, ആര് വിശ്വസിക്കാൻ? ഈ കണക്കിനാണെങ്കിൽ സോണിയാഗാന്ധി ചികിത്സിച്ചത് എന്റെ ഏട്ടനാണെന്ന് പറഞ്ഞൂടെ? 100 പവൻ കള്ളി. മോള് വരൂ. മുന്നോട്ട് പോയിരുന്നു. ശ്വാസം വലിച്ചു വിട്ടേ. പുതിയ ആളെ എത്തിയില്ലേ? പാതിരാത്രിയിൽ എപ്പോഴോ മണിയടി കേട്ട് ഞാൻ ചെല്ലുമ്പോ മാതാവിന്റെ മുമ്പിൽ കിടന്ന് കരയായിരുന്നു ഇവള്. ഇതാര്? പൊന്നുമോളാ? മിടുക്കിയ. ഇവൾക്ക് ഞാൻ തന്നെ പേരിടും. ഈ ഓർഫനേജിൽ ഡോക്ടർ എത്തിയ നാൾ മുതൽ ഇന്നു വരെ വന്നിട്ടും പോയിട്ടുമുള്ള എല്ലാ കുട്ടികൾക്കും ഡോക്ടർ തന്നെയല്ലേ പേരിട്ടിരിക്കുന്നത്? അത് ശരിയാ. അപ്പോ ഇവൾക്ക് ഞാൻ മാതാവിന്റെ പേര് തന്നെ ഇടാം. മേരി. മേരി മേരി മേരി. ഓ, മാവുംതാഴത്ത് പരേതനായ ബീരാൻകുട്ടി സാഹിബിന്റെ പുന്നാര ബീവി നൂർജഹാനുണ്ടോ?
ഉണ്ടല്ലോ, ബീരാൻകുട്ടി സാഹിബിന്റെ പുന്നാര ബീവി നൂർജഹാൻ ഇവിടെ തന്നെ ഉണ്ട്. ആരാ വന്നിരിക്കുന്നത്? ആരാ വന്നെന്നാ ചോദിച്ചു. എന്തേ മിണ്ടാ നാവില്ലേ? എനിക്ക് മനസ്സിലാവൂല എന്ന് വിചാരിച്ചു അല്ലേ? കളി ഈ നൂർജഹാനോട് വേണ്ട. എന്റെ മയ്യത്തെടുക്കാൻ വേണ്ടി എന്റെ മരുമകള് അദബിയ പറഞ്ഞയച്ചതാണ് നിങ്ങളെയൊക്കെ അല്ലേ? എന്താ മിണ്ടാത്തേ? കാക്ക പറഞ്ഞാലും കരിയല്ല ഇണങ്ങിയാലും ഉമ്മക്ക് എന്നെ കുറ്റം പറയാനേ നേരുള്ളൂ. അതേടി, നീ എന്നെ കൊല്ലാൻ ആൾക്കാരെ ഏർപ്പാടാക്കുന്നുണ്ടെന്നുള്ള വിവരം എന്റെ കാതിൽ വിടുന്നുണ്ട്. ഉമ്മ, ഇത് ഞാനാ, ഉമ്മാടെ മോൻ, ഹോമിയോ ഡോക്ടർ ഭാർഗവൻ പിള്ള. അപ്പൊ നീയായിരുന്നോ കള്ള ഹിമാറെ? ഉമ്മാടെ കാഴ്ച ശക്തി പരിശോധിക്കാൻ ഞാനൊരു ടെസ്റ്റ് നടത്തിയതാ. അതിനും അതബിക്കാ പഴി. അത് ഉമ്മയുടെ ഒരു ഹോബിയാ ഡോക്ടറെ. നീ സംസാരിക്കണ്ട. വന്നിരിക്കുന്നത് എന്റെ മോനാ, അവനോട് ഞാൻ പറഞ്ഞോളാം. ഡോക്ടറെ, ഇവളെങ്ങനെയാ നമ്മുടെ തറവാട്ടിൽ വന്നത്? പണ്ട് തോട്ടപ്പള്ളിയിൽ ഒരു കല്യാണത്തിന് പോയതാ ഞാനും ഇബ്രാഹിം കുട്ടിയും കൂടി. അവിടെ കല്യാണം കൂടാൻ വന്നവളാ ഇവള്. ഇബ്രാഹിം കുട്ടിക്ക് ഇവളെ കണ്ട് പൂതി കയറിയപ്പോ കയ്യിൽ കിടന്ന വള ഊരി അവളുടെ കയ്യിലിട്ടിട്ടാ ഞങ്ങൾ തിരികെ പോന്നത്. തീർന്നില്ല, ഇവള് ഈ തറവാട്ടിൽ വന്ന് കേറിയ അന്നു മുതൽ എന്റെ മോനെ നാട് കടത്താനുള്ള ശ്രമമായിരുന്നില്ലേ? അവസാനം ഇവള് വിജയിച്ചു. എന്റെ മോൻ ഇവിടുന്ന് പോയിട്ട് 10 വർഷം കഴിഞ്ഞു. അതൊക്കെ പഴയ കഥയല്ലേ എന്റെ ഉമ്മ. ഇബ്രാഹിം കുട്ടി നാട് വിട്ടു പോയതൊന്നും അല്ലല്ലോ. അവന് നല്ല ജോലിയല്ലേ ഗൾഫില്, കൃത്യമായിട്ട് പണം അയക്കണില്ലേ, ഫോൺ വിളിക്കണില്ലേ? ഉമ്മയുടെ സംസാരം കേട്ടാ ഞാൻ കാരണം അയക്കാൻ നാട്ടിലേക്ക് വരാത്തേന്ന് തോന്നുന്നു. അതെ, നീ തന്നെയാ. നിനക്കറിയോ, കഴിഞ്ഞ പ്രാവശ്യം ഫോൺ വിളിച്ചപ്പോ എന്റെ മോൻ എന്നോട് പറയുക, ഉമ്മ, നമ്മുടെ വടക്കൈപ്പറമ്പിലെ വരിക്കപ്ലാവിലെ ചക്കച്ചൊളേന്റെ രുചി ഓർത്ത് എനിക്കിവിടെ നിൽക്കാൻ വയ്യാന്ന്. ഇവൾ അപ്പ തന്നെ ചക്കയെ വെട്ടി മുറിച്ച് ആ പോക്കിരി കുഞ്ഞിന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയച്ചു. അവൻ പിന്നെയും വിളിച്ചു, ഉമ്മാ, ഉമ്മാന്റെ മുറിയോട് ചേർന്നുള്ള മൂവാണ്ടം മരത്തിലെ മാമ്പഴം തിന്നാൻ എനിക്ക് കൊതിയാവുന്നു. താമസിച്ചില്ല, ഈ അദബിയ അപ്പ തന്നെ ആ മാമ്പഴം കെട്ടിപ്പൊതിഞ്ഞ് അങ്ങോട്ട് കൊടുത്തയച്ചു. ഉമ്മ, അദബിയെ കരയണ കണ്ടില്ലേ? കള്ള കണ്ണീരാ. നിക്കാ കഴിച്ച അന്നും തുടങ്ങിയതാ. എന്തെങ്കിലും പറഞ്ഞ ചുറന്നൊരു കള്ള കണ്ണീര്. എനിക്ക് എന്റെ മോനില്ലാണ്ടായ ഇവക്കെന്താ? ഒരു ടാപ്പ് തുറന്ന ചൂടുവെള്ളം, മറ്റേ ടാപ്പ് തുറന്ന പച്ചവെള്ളം കിട്ടുന്ന ഒരു വലിയ ബംഗ്ലാവ് കിട്ടിയില്ലേ? എനിക്ക് വേണ്ട ഉമ്മ, ചൂടുവെള്ളം ബംഗ്ലാവ് ഒന്നും വേണ്ട. നിങ്ങൾ കേൾക്കുന്നില്ലേ ഡോക്ടറെ? നാട്ടിലുണ്ടായിരുന്ന അത്രയും കാലം കൂടെ നടന്ന ആളല്ലേ നിങ്ങള്. എനിക്ക് മോഹൻലാലിട്ടാണോ ഒന്നിച്ച് ജീവിക്കാൻ? കഴുത്തുമുട്ടി കടമായിട്ടാ ഇവിടുന്ന് പോയത്. 4 വർഷം പണിയെടുത്തൊന്ന് നേരെ നിന്നപ്പോ എന്നോട് പറയാ, 2 മാസത്തെ ശമ്പളവും വിമാനക്കൂലി ഉണ്ടെങ്കിൽ നമുക്കൊരു വീട് പണി തുടങ്ങാമെന്ന്. പിന്നെ വീട് പണി തീർത്തതിലുള്ള കടമായി. അവസാനം 8 വർഷം കൂടി നാട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോഴാ ദാ ഇവളുടെ നിക്കാഹ്. അതും കഴിച്ച് പുയ്യാപ്പിളെ ഗൾഫിലേക്കും കൊണ്ടുപോയി കഴിഞ്ഞപ്പോ വർഷം 10ആയി. നഷ്ടം എനിക്ക് മാത്രം. അല്ലാതെ ബംഗ്ലാവ് പൊന്നൊന്നും അദബിയ സ്വപ്നം കണ്ടിട്ടില്ല. അദബി, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉമ്മാക്ക് അറിയാത്തതാണെന്ന് നീ ധരിക്കുന്നുണ്ടോ? അല്ല ഡോക്ടർ, പക്ഷെ പറയുമ്പോ ഒന്നുമില്ല, ഒക്കെ ഒരു നേരം പോക്കാ. ഷാഹിന, നീ ഉമ്മച്ചി വിളിച്ച് അകത്തുകൊണ്ടുപോ. ഉമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഇബ്രാഹിം കുട്ടി നാട്ടിൽ വരണം, അത്രയല്ലേ ഉള്ളൂ. ഈ പ്രയാസം നെഞ്ചിൽ കൊണ്ട് നടക്കുന്നുകൊണ്ടാ കണ്ണിലെ മൂടൽ മാറാത്തത്. ഞാൻ തന്ന തുള്ളി മരുന്ന് മുടങ്ങാതെ കണ്ണിലൊഴിച്ചാൽ ഇബ്രാഹിം കുട്ടിയെ ഇവിടെ കൊണ്ടുവരും ഈ ഡോക്ടർ. നോക്കണ്ട, ഞാൻ പറഞ്ഞ അവൻ കേക്കില്ല എന്നുണ്ടോ? മോൻ പറഞ്ഞാലേ അവൻ കേക്കൂ. പറയൂ, ഉമ്മക്ക് അവനെ കാണാൻ കൊതിയാവുന്നു. മരുന്നൊക്കെ കഴിച്ച് നല്ല മോളായിട്ടിരുന്ന ഈ ഹോമിയോ ഡോക്ടർ ഭാർഗവൻ പിള്ള ദുബായി ചെന്ന് കൂട്ടിയിട്ട് വരും ഉമ്മാന്റെ ഇബ്രാഹിം കുട്ടിയെ. നീയാണടാ ബിലാലെ ഉമ്മാന്റെ മൂത്ത മോൻ.